എന്താണ് ആ ബിഗ് അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കണം. റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് ശ്രീ ആന്റോ അഗസ്റ്റിൻ. ഓരോ അപ്ഡേറ്റുകൾക്കായും ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ്, ടിക്കറ്റ് നിരക്കാണോ, മത്സര തീയതിയാണോ, എന്താണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്? വിനീത, റിപ്പോർട്ടർ TVയും കേരള ഗവൺമെൻറ്റും ഈ ഇനീഷ്യേറ്റീവ് തുടങ്ങിയ സമയം തുടങ്ങി നമ്മൾ മെസ്സി വരില്ല, അർജൻറ്റീന ടീം വരില്ല എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ സങ്കടമുണ്ട്. കാരണം ഒരു വിഭാഗം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എങ്ങനെയെങ്കിലും ഈ ഇവൻറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ മോശമായ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അർജൻറ്റീനയെ പോലെ, മെസ്സിയെ പോലെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയനെ പോലെയുള്ള വലിയ ഇൻ്റർനാഷണൽ ടീമുകൾ കേരളത്തിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയും അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ഇവൻറ്റ് കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ TV ഒരു 5-6 മാസമായി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റും അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നവംബർ മാസം 17-ാം തീയതി കൊച്ചി ഇൻ്റർനാഷണൽ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മെസ്സിയുടെയും അർജൻറ്റീന, ഓസ്ട്രേലിയ അടങ്ങുന്ന അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രേലിയ കളി നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ AFAൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ 17-ാം തീയതി AFA, FIFA, ഓസ്ട്രേലിയ ഈ 3 പേരുടെയും കോർഡിനേഷനത്തോട് കൂടിയിട്ട് ഒരു ഒഫീഷ്യലായിട്ട് നമുക്ക് ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് നവംബർ മാസം 17-ാം തീയതി കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രേലിയ കളി നടക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാണ് ആ ഫുട്ബോൾ മാമാങ്കത്തിന്റെ തീയതി. അംഗം കുറിച്ചിരിക്കുന്നു. നവംബർ 17-നാണ് ഓസ്ട്രേലിയ അർജന്റീന പോരാട്ടം നടക്കാൻ പോകുന്നത്. FIFA നിലവാരത്തിൽ ഇതാ സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ അത് ലോക നിലവാരത്തിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ അർജന്റീന ടീം, മത്സരത്തിനെത്തുന്ന അർജന്റീന ടീം പ്രഖ്യാപിച്ചിരുന്നു. മെസ്സി ഉൾപ്പെടെ ലോകകപ്പ് നേടിയ ടീം ഒന്നാകെ ഇതാ മെസ്സി പട വരികയാണ്. നവംബർ 17, ഇനി ഇതാ കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ. അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടത്തിലുള്ള അംഗം കുറിച്ചിരിക്കുന്നത് നവംബർ 17-നാണ്. കലൂർ സ്റ്റേഡിയം ഇതാ പുതുമോടിയിൽ ഒരുങ്ങുകയാണ്. ആവേശം മലയടിക്കും കേരളത്തിൽ എങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ആന്റോ അഗസ്റ്റിൻ, മികച്ച ടീമിനെ തന്നെയാണ് നമ്മൾ അണിനിരത്തുന്നത്. ഒരുപക്ഷെ ഒരു ലോകകപ്പിന് സമാനമായ മത്സരം നേരത്തെ അർജന്റീനയും ഓസ്ട്രേലിയയും ഒക്കെ ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. സമാനമായ രീതിയിലുള്ള മത്സരം. FIFA റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നത് കൊച്ചിയിൽ. വിനീത, ഇതിനകത്ത് 2-3 ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം എനിക്ക് തോന്നുന്നത്, അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം എന്ന് പറയുന്നത് FIFA വിൻഡോയിൽ നവംബർ മാസത്തിൽ നടക്കുന്ന 2ാമത്തെ മത്സരമാണ്. ആ 2ാമത്തെ മത്സരത്തിലാണ് നമുക്ക് ഈ നവംബർ മാസം 10 തുടങ്ങി 18 വരെ എല്ലാ ടീമുകളും, FIFA വിൻഡോയിലുള്ള എല്ലാ ടീമുകൾക്കും വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ അർജൻറ്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം FIFAയുടെ അനുമതിയോട് കൂടിയിട്ട് കേരളത്തിലാണ് നടക്കാൻ പോകുന്നത്. അത് അർജൻറ്റീനയുടെ A ടീമും ഓസ്ട്രേലിയയുടെ A ടീമുമാണ്. അർജൻറ്റീനയുടെ A ടീമിനെ നയിക്കുന്നത് മെസ്സിയാണ്. അപ്പോൾ ആ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള A ടീമും ഓസ്ട്രേലിയൻ ടീമും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. 2-3 കാര്യങ്ങളിൽ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഈ അർജൻറ്റീന വരും, മെസ്സി വരില്ല എന്നുള്ളതൊക്കെയാണ്. പണ്ട് നമ്മൾ കേട്ടത് അർജൻറ്റീനയും ഇല്ല, മെസ്സി ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ AFA വിൻഡോയിൽ കേരളത്തിൽ കളിക്കുന്ന സമയത്ത് അത് FIFA വിൻഡോയിലുള്ള, ആ FIFA വിൻഡോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ FIFA വിൻഡോ ക്യാൻസൽ ചെയ്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് FIFAയ്ക്ക് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ AFAയുടെ മെസ്സി അടക്കമുള്ള ടീം കേരളത്തിൽ കളിക്കുമെന്നുള്ള കാര്യത്തിൽ അത് ഒരു മാറ്റവുമില്ല. ഇനി അത് വെറുതെ ചർച്ച ചെയ്ത് വരുമോ വരില്ലയോ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. മുൻപ് വേണമെങ്കിൽ നമുക്കത് സംസാരിക്കാമായിരുന്നു. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ നടന്നു പോകുന്നതെല്ലാം. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ മാച്ച് കൊച്ചിയിൽ നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ട് കാണുന്നില്ല. കാരണം 50,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമ്മൾ വലിയ രീതിയിൽ റീവാമ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 50,000 പേരെ ഉൾക്കൊള്ളാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഗവൺമെൻറ്റും പോലീസും GCDയും അതുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റും മിനിസ്റ്ററും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ നിന്നും പിന്നോട്ട് പോകുക എന്നൊന്നും പറയും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ വെറുതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആശങ്കയ്ക്ക് ഒന്നും വകയില്ല. കാരണം അർജൻറ്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കളി FIFA അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടീമിൻ്റെ ഔദ്യോഗികമായ ലെറ്ററുകൾ രണ്ടും കിട്ടിയിട്ടുണ്ട്.
ഓൾ ഇന്ത്യ ഫെഡറേഷന് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് മിനിസ്റ്റർക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി.വിക്ക് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം നവംബർ മാസം 17-ാം തീയതി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. 16-ാം തീയതി അർജൻറ്റീനയുടെ കിക്ക് ഓഫ് നടക്കും. കാരണം അതും നമ്മൾ കാണികൾക്ക് കാണിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. 16-ാം തീയതി നമ്മൾക്ക് അർജൻറ്റീനയുടെ മെസ്സി അടക്കമുള്ള താരങ്ങൾ പരിശീലനം നടത്തുന്നതോടൊപ്പം നമുക്ക് AR റഹ്മാൻ്റെ ഷോയും കൂടെ അവിടെ നമ്മൾ 16-ാം തീയതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, റിപ്പോർട്ടർ TV അന്നേ പ്ലാൻ ചെയ്ത് ഒരു മിനി ലോകകപ്പ് എങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ലോകകപ്പ് നടക്കുന്നത്, അതിൻ്റെ ഒരു മിനി ലോകകപ്പ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്.